കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ബേഡകം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ പാതയുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. വനം വകുപ്പ് ഭൂമി വിട്ടു നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഉപജീവന മാർഗമായ തോട്ടങ്ങൾ ഉൾപ്പെടെ വിട്ടു നൽകിയിട്ടും പാത യാഥാർത്ഥ്യമാകാത്തതിൽ പ്രദേശവാസികൾ കടുത്ത അതൃപ്തിയിലാണ്. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെഒഎൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ മുളിയാർ ബേഡകം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതായി വിഭാവനം ചെയ്തിട്ടുള്ളതാണ് പുതിയ പാതയായ ചൊട്ടപ്പാലവും റോഡും. ഉപജീവന മാർഗമായിരുന്ന തോട്ടങ്ങൾ പോലും കർഷകർ റോഡിനായി വിട്ടു നൽകിയിരുന്നു. പക്ഷേ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം കൂടി വിട്ടു നൽകണം. എന്നാൽ വനം വകുപ്പ് ഇതിന് സമ്മതിക്കാത്തതോടെ പദ്ധതി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാലത്തിന്റെ ഇരുഭാഗത്തുള്ള റോഡ് നിർമ്മാണത്തിന് 10 സെന്റ് മുതൽ 1.5 ഏക്കറോളം ഭൂമിയാണ് കുടുംബങ്ങൾ വിട്ടു നൽകിയത്. അനുബന്ധ റോഡിന് 2 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മുളിയാറിൽ കുറച്ചു ഭാഗം വനം വകുപ്പിന്റെ അധീനതയിലാണുള്ളത്. ഈ ഭാഗത്ത് 3 മീറ്റർ മാത്രമാണ് റോഡിന്റെ വീതി. വനം വകുപ്പ് സ്ഥലം വിട്ടു നൽകിയാലേ 10 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ സാധിക്കൂ. സാങ്കേതിക തടസ്സം പറഞ്ഞ് വനം വകുപ്പ് ഇതിന് സമ്മതിക്കാത്തത് പ്രദേശവാസികളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. ഈ പാലത്തിന് 12 മീറ്റർ വീതിക്ക് എടുക്കുന്നുണ്ട്. അത് അപ്രോച്ച് റോഡും അതേപോലെ പാസ്സായിട്ടുണ്ട്. പക്ഷേ എടുക്കാൻ ആൾക്കാരെ സ്ഥലം അല്ലാണ്ട് ഫോറസ്റ്റ് സ്ഥലം കുറച്ചില്ലതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ പദ്ധതി സക്സസ് ആവില്ല ഫോറസ്റ്റ് ഒന്നും കിട്ടിയില്ല എങ്കിൽ. പിന്നെ കുണ്ടങ്ങ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരാനും ഈ ഭാഗത്തുനിന്ന് കാഞ്ഞങ്ങാട് ആ ഭാഗത്തേക്ക് പോകാനെല്ലാം ആൾക്കാർക്ക് വളരെ അടുത്താണത്. പാത യാഥാർത്ഥ്യമായാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മുളിയാർ വഴി ഇരിയണ്ണിയിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബേഡകം പഞ്ചായത്തിലെ കുണ്ടംകുഴിയിലെത്താം. നിലവിൽ ചെർക്കള വഴിയോ പൊയ്നാച്ചി വഴിയോ കാനത്തൂർ കുറ്റിക്കോൽ വഴിയോ 20 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട ദുരവസ്ഥ മാറും. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് റോഡും യാഥാർത്ഥ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.